Watch full episodes on Jio Hotstar. ഇത് ശരിയാകുന്നില്ലല്ലോ. ആരാത്? ഞാൻ ഓൺലൈനിൽ ടീഷർട്ട് ബുക്ക് ചെയ്യാൻ നോക്കുക, പക്ഷെ നടക്കുന്നില്ല. നിനക്ക് എന്റെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് ഓൺലൈൻ ബുക്കിംഗ് ചെയ്തു തരാമോ? ഇത്രയും വലുതായിട്ടും നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ അറിയില്ലെന്നോ? എന്ത്? എന്നാ പിടിച്ചോ. ഹലോ, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ബോക്സറേട്ടാ, ഞാനൊന്ന് നോക്കട്ടെ. ബോക്സറേട്ടാ, നിങ്ങളുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കൊടുത്തേക്ക്. താങ്ക് യു പത്ലു, നീ ഒരു മിടുക്കൻ തന്നെയാടാ. സോറി ബോക്സർ ചേട്ടാ, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ കളിയാക്കി പറയില്ല. ഓഹോ, ഓൺലൈൻ ഷോപ്പിംഗ് ആണല്ലേ പരിപാടി. എന്നാൽ അതൊന്ന് കാണണല്ലോ. ഓൺലൈൻ എക്സ്ക്യൂസ് മീ, പറയൂ, എന്താ കാര്യം? ഇതെന്താ ബോക്സറിന്റെ വീടാണോ? അതെ അതെ, ഞാൻ തന്നെയാ ബോക്സറെ. ഇന്നാ അപ്പൊ താങ്കൾക്കൊരു പാഴ്സൽ ഉണ്ട്. തരൂ, എവിടെയാ സൈൻ ചെയ്യേണ്ടത്? ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നാ പിടിച്ചോളൂ താങ്കളുടെ പാഴ്സൽ. താങ്ക് യു. ബോക്സറിന്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോഴേ പുള്ളി വീട്ടിലില്ലായിരുന്നു. നിങ്ങൾക്കിത് അയാൾക്കൊന്ന് കൊടുക്കാൻ പറ്റുമോ പ്ലീസ്? എന്തുകൊണ്ട് പറ്റില്ല? ഇന്ന് പിടിച്ചോ. ബോക്സർ ചേട്ടാ, ബോക്സർ ചേട്ടാ, എന്താ? ബോക്സർ ചേട്ടാ, നിങ്ങളുടെ പാർസൽ ഇതേ വന്നിട്ടുണ്ട്. ഓ, എന്റെ ടീഷർട്ട് വന്നോ? ഓ, അത് കൊള്ളാമല്ലോ. ടീഷർട്ട് വാങ്ങിച്ചോളൂ, നിങ്ങളുടെ ടീഷർട്ട്. അതെ ബോക്സർ ചേട്ടാ, നിങ്ങൾ വീട്ടിലില്ലാത്തത് കൊണ്ട് അവർ ഞങ്ങളുടെ തന്നിട്ട് പോയതാണ്. ഇതെന്താ? എന്റെ സൈസ് ശരിക്കല്ലേ കൊടുത്തിരുന്നത്? അതെ ബോക്സറേട്ടാ, സൈസ് ശരിക്കും തന്നെ കൊടുത്തത്. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല. പക്ഷെ ഈ സൈസ് എനിക്ക് ഒട്ടും തന്നെ ഫിറ്റ് ആവുന്നില്ലല്ലോ. എനിക്ക് എന്റെ പൈസ ഉടനെ തിരിച്ചെത്തിക്കണം. പൈസ പേ ചെയ്ത് കഴിഞ്ഞില്ലേ? ഈ ടീഷർട്ട് തിരിച്ചെടുക്കില്ല ഒരിക്കലും. നമ്മള് ടീഷർട്ട് വാങ്ങിയതിനാ നിങ്ങൾ പൈസ പേ ചെയ്തത്. അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ പൈസ ഉടനെ വേണം. മോട്ടു, ഈ ടീഷർട്ട് തിരിച്ചയച്ചാൽ എന്തായാലും ബോക്സറേട്ടിന്റെ പൈസ കിട്ടാൻ പോകുന്നില്ല. ഈ ടീഷർട്ട് നമുക്ക് വേറെ ആർക്കെങ്കിലും വിറ്റാൽ എന്താ? അല്ല, ഇതെന്താ? ഒരു ഷർട്ട് എങ്ങനെ ഇത്രയും മുകളിൽ പറന്നു വരുന്നേ? ടീഷർട്ട് വാങ്ങിക്കുന്നോ? എത്ര നല്ല ടീഷർട്ടാണ് നോക്കിയേ. ഇതിന്റെ കളർ എത്ര മനോഹരാന്ന് കണ്ടില്ലേ? ഇതിന്റെ സിബ് കണ്ടില്ലേ? എന്ത് ഭംഗിയുണ്ടെന്ന്. ഒന്ന് മുന്നിൽ നിന്ന് മാറുന്നുണ്ടോ? വെറുതെ മനുഷ്യനെ ശല്യപ്പെടുത്തല്ലേ? എന്താണോ ഇങ്ങനെ കാറ്റത്ത് പറന്ന് കിടന്നാണോ വിൽക്കണ ടീഷർട്ട്? ഹലോ, ഒന്ന് മാറണോ അവിടുന്ന്? ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ പിടിച്ചോ. ആദ്യം തന്നെ ഇതെന്നോട് പറ, എന്റെ ടീഷർട്ടിന് എന്ത് പറ്റി? ബോക്സർ ചേട്ടാ, ഇത് കണ്ടില്ലേ? ടീഷർട്ട് നിങ്ങളുടെ സൈസിൽ തന്നെ കിട്ടി. ഇട്ട് നോക്കിക്കേ. ഇത് എന്റെ ടീഷർട്ടാണോ? ഇത് എന്റെ ടീഷർട്ടാണോ? നബടി പത്തു, ഈ ടീഷർട്ട് നമുക്ക് ഉണക്കിയാലോ? നമ്മളെ ഒരാൾക്കും വീഴ്ത്താനാവില്ല.
പത്തലു ഈ ടീഷർട്ട് ഒരിക്കലും ആ ബോക്സർ ചേട്ടന് ഇടാൻ പറ്റൂല കേട്ടോ. ഹാ. ദേ നോക്ക്, ഒരു കുട്ടി അമ്മയോടൊപ്പം വരുന്നുണ്ട്. വാ, നമുക്ക് അവർക്ക് വിൽക്കാം. മോനെ മോനെ നിക്കൂ. കണ്ടില്ലേ ഈ ടീഷർട്ട് നിനക്ക് എന്ത് ഭംഗിയുണ്ടെന്ന്. ദേ കണ്ടില്ലേ ഈ ടീഷർട്ട് നിങ്ങളുടെ മോന് എന്ത് രസമുണ്ടെന്ന്. നിങ്ങളുടെ മോനെ കാണാൻ ഇപ്പൊ നല്ല സ്മാർട്ട് ആയിട്ടില്ലേ? അല്ല, സൂപ്പർ ഹീറോനെ പോലെ ഉണ്ടല്ലോ, സൂപ്പർ ഹീറോനെ പോലെ. അല്ല, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? വാങ്ങിക്കോളൂ പ്ലീസ്. കഥയൊന്നും പറയണ്ട. താങ്ക് യു. വാങ്ങിക്കോളൂന്നേ. വാങ്ങിക്കൂന്നേ വാങ്ങിക്കൂന്നേ. കണ്ടില്ലേ എന്ത് രസമുണ്ടെന്ന്. എന്താ നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാകില്ല? പത്തലു, ഇപ്പൊ ഈ ടീഷർട്ട് വലുതായിട്ടുണ്ട്. വരൂ, നമുക്ക് എന്തുകൊണ്ട് ഈ ടീഷർട്ട് ചിങ്കം സാറിന് വിറ്റുകൂടാ? ചിങ്കം സാറേ, ദേ കണ്ടില്ലേ ടീഷർട്ട്? ഞങ്ങള് ബോക്സറേട്ടിന് വേണ്ടി വാങ്ങിച്ചതാ. പക്ഷെ അദ്ദേഹത്തിന് ഇത് വളരെ ചെറുതാ. നിങ്ങളുടെ സ്ലിം ഡ്രിമായ ബോഡിയില് ഇതെന്തായാലും ഫിറ്റ് ആകും. നിങ്ങളെ കാണാൻ നല്ല സ്മാർട്ടും ആയിരിക്കും. അതെ ചിങ്കം സാറേ, വെരി സ്മാർട്ട്. പക്ഷേ ഇതിന് 2000 രൂപയാണ്. ഞാൻ പത്തലുവിനോട് പറയുമായിരുന്നു ഇത്രയും വില കൂടിയ ടീഷർട്ട് ചിങ്കം സാർ എവിടുന്ന് മേടിക്കാനാണ്? എന്തുകൊണ്ട് എനിക്ക് വാങ്ങിച്ചോടാ? കൊണ്ടാ പത്തലു, ഞാനിത് വാങ്ങിച്ചോളാം. കളർ നന്നായിട്ടുണ്ട്, എനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആണ്. ഞാൻ പിടിച്ചോ, 2000 റുപ്പീസ്. താങ്ക് യു താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇന്ന് ബോക്സർ ചേട്ടാ നിങ്ങളുടെ പൈസ. താങ്ക് യു മോട്ടു പത്ലു. ചിങ്കം സൂപ്പർ സ്റ്റാർ. ഹായ്. ബൈക്ക് ഓടിക്കുന്ന കാണാൻ തന്നെ എന്തൊരു സ്റ്റൈലാണ്. അല്ലെങ്കിലും സ്റ്റൈലിൽ എന്നെ വെല്ലാൻ ഇവിടെ ആരുണ്ട്? ദാറ്റ് ഈസ് ഹീറോ ചിങ്കം, ദ സൂപ്പർ സ്റ്റാർ. Hey, Motu Patlu, how am I looking? Come on, പറയൂ. കൊള്ളാം ചിങ്കം സാറേ, നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഏതാണ്ട് ബ്ലൗസ് ഇട്ട പോലെയുണ്ട്. പൊളിച്ചല്ലോ. എന്ത് ഗ്ലൗസോ? മോട്ടു പത്ലു, നിങ്ങൾ എന്ത് ടീഷർട്ട് എനിക്ക് തന്നിരിക്കുന്നത്? ഇന്ന് നിങ്ങളെ കൺഫേം ആയിട്ട് ഞാൻ വെറുതെ വിടില്ല. പോയി ടീഷർട്ട്. ഷർട്ട് വേണോ? ഷർട്ട്. അല്ല ഇതാരാ? ഇവന്മാരിവിടെ ഉള്ളവരല്ലല്ലോ. ഇവന്മാർ ഇവിടെ നിന്ന് ഓടിക്കോ? അല്ല, നിങ്ങൾ ഇവിടെ നിന്ന് ഓടുവോ? നിങ്ങൾ ആരാന്ന് പറ. നിങ്ങൾ ഇവിടെ വന്നേ, ഫാദർന്ന് പറയണോ? നിന്നെ വിളിച്ചോ? അല്ല ഇനി എന്താ ചെയ്യാ? പുലിവാല് പിടിച്ച കഥയായി പോയല്ലോ. പത്തലു, കമ്പനിയിലേക്ക് ഫോൺ ചെയ്യ്. ഹലോ, ഗെയിമേഴ്സ് ഓൺ ഏജൻസീസ്. അല്ല, നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് ടീഷർട്ടാ തന്നത്? കഴുകുമ്പോ ചുരുങ്ങി പോകുന്നുണ്ട്, കാറ്റത്ത് പറന്നു പോകുന്നുണ്ട്. ഓക്കെ സാർ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, കമ്പനി ഓഫീസിലേക്ക് വരൂ. ഒരു പൊക്കമുള്ള ആൾ അവിടെ ഉണ്ടാവും. അയാളുടെ പേര് ലംബു സിംഗ് എന്നാണ്. അയാളാണ് നിങ്ങൾക്ക് ഡെലിവറി തന്നത്. അയാളോട് സംസാരിക്കുക, നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആവും. ഇത് നീളമുള്ള ആളൊന്നല്ല ഡെലിവറി ചെയ്ത്, ഒരു ചെറിയ തടിച്ച ഉരുണ്ട താടിക്കാരനെ ഡെലിവറി ചെയ്ത്. കുളരായ മനുഷ്യനോ? അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വ്യാജന്മാരായിരിക്കും വന്നത്. കാരണം ഞങ്ങളുടെ അടുത്ത് ഡെലിവറി ലംബു സിംഗ് മാത്രമേ ചെയ്യാറുള്ളൂ. കിട്ടി ജോൺ. മോട്ടു അയാള് ജോൺ തന്നെയാ. അവൻ നമ്മളെ വിഡ്ഢിയാക്കിയതാ. എടാ ജോണേ, ഒരു 12 പടിയല്ലേ കൊടുത്തത്. അനുഭവിക്കുന്നുണ്ടാവും. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്, എന്നിട്ട് ഓൺലൈനിൽ മേടിച്ച് ഈ ടീഷർട്ട് നോക്ക്. എക്സ്ക്യൂസ് മീ, സോറി ടു സേ, ഞങ്ങൾ അങ്ങനെ ഒരു ടീഷർട്ട് ഓർഡർ ചെയ്തിട്ടില്ലല്ലോ.
ആവശ്യപ്പെട്ടില്ലെന്നോ? അത് ശരി. അപ്പൊ ഈ ടീഷർട്ട് ആരുടെയാണ്? നടക്ക്, അകത്തേക്ക് നടക്ക്. എന്നെ വിട്. എനിക്കൊരു കയ്യവന്ന പറ്റിപ്പോയതാ. ഇനി മേലാൽ ആവർത്തിക്കില്ല, സത്യം. വരൂ, നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാമല്ലോ. തെറ്റുകളൊക്കെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന്. ഞങ്ങൾ കയ്യബദ്ധ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞില്ല. പദ്രു, ചിങ്കം സാറിന് ഒന്ന് വിവരം അറിയിക്കുക. പദ്രു, പ്ലീസ്, ചിങ്കം സാറേ ഒന്ന് വേഗം വരണേ. ആരെങ്കിലും എന്നെ ഒന്ന് വന്ന് രക്ഷിക്കണേ. എന്റെ അമ്മോ, ഫോൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. വരൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. ആരും എന്നെ രക്ഷിക്കാൻ വന്നില്ല. ഇനി ആരായിരിക്കും വരിക? അങ്ങനെയാണോ കാര്യം? ആരും സഹായിച്ചില്ലെങ്കിൽ ഞാൻ സഹായിക്കാമല്ലോ. എന്റെ കണ്ണിൽ കൂടെ പൊന്നേച്ചു മാറുന്നേ. വേണ്ട, രക്ഷിക്കണേ. ആരെങ്കിലും രക്ഷിക്കണേ. സഹോദരന്മാരെ, ഞങ്ങളുടെ കൂട്ടുകാരനും പിന്നെ സയന്റിസ്റ്റുമായ ഡോക്ടർ ജട്ക ഓട്ടോമാറ്റിക് ഗാഡ്ജറ്റിന്റെ ലോകത്ത് ഒരുപാട് തെളിയിച്ചിട്ടുണ്ട്. ദേ നോക്കൂ, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. ഇനി നിങ്ങളുടെ വീട്ടിലുള്ള മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇതിലിട്ട് അലക്കാം. പിന്നെ ഇതാണ് ഓട്ടോമാറ്റിക് വാക്വം ക്ലീനർ, ഒരു അടിപൊളി മോപ്പിംഗ് ഗാഡ്ജറ്റാ. ഈ ചെയറിൽ ഇങ്ങനെ നിങ്ങൾ വിശ്രമിക്കൂ. ഇത് നിങ്ങളുടെ മുഴുവൻ വീടും അടിപൊളിയായി ക്ലീൻ ചെയ്യും. ദേ കണ്ടില്ലേ, ദേ ഇതുപോലെ. പിന്നെ ഇതാണ് ഓട്ടോമാറ്റിക് റോബോട്ട് ബോക്സർ. ഈ ബോക്സറേട്ടന്റെ അടുത്ത് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യാം. റോബോ എനിക്കിതാ, റോബോ എനിക്കിതാ. തുണി അലക്കാനായി വാഷിംഗ് മെഷീൻ എനിക്ക് വേണം. എനിക്ക് വാക്വം ക്ലീനർ വേണം. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു അപകടകരമായ ഐഡിയ തോന്നുന്നുണ്ട്. ഒട്ടുവിരട്ടൊരു പടി കൊടുക്കണം. അവരെ ഇവിടുന്ന് പോകാൻ സമ്മതിക്കരുത്. കൊള്ളാം ബോസ്, കൊള്ളാം. ഇത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്. എന്നിട്ട് സയന്റിസ്റ്റ് വൈറസ് പറയുന്നത് ശ്രദ്ധിക്കേ. ജോൺ, ഇന്നാ പിടിച്ചോ മാസ്റ്റർ റിമോട്ട്. ഈ റിമോട്ട് കൊണ്ട് ഏത് ഓട്ടോമാറ്റിക് ഗാഡ്ജറ്റും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇത് വെച്ച മോട്ടുവിനോട് പത്തിനോട്ട് നല്ലൊരു പടി കൊടുക്കണം. ഇനി അവന്മാർക്ക് ജോണിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാനാവില്ല. ആഹാ, എന്തൊരു നല്ല മെഷീൻ. ഇനി മുതൽ വീട് വൃത്തിയാക്കുന്ന ജോലി എളുപ്പത്തിൽ ചെയ്യാം. ആഹാ, വന്നാട്ടെ വന്നാട്ടെ പെങ്ങളെ, വന്നാട്ടെ. നിങ്ങളുടെ വാക്യൂം കം മോപ്പിംഗ് ഗാഡ്ജറ്റ് എങ്ങനെ പോകുന്നു? അതിന്റെ ഫീഡ്ബാക്ക് ഞാൻ ഇപ്പൊ തരാം. ഞാൻ കരുതുന്നത് നിങ്ങൾക്കിതിലിരുന്ന് ഈസിയായി വൃത്തിയാക്കാൻ കഴിയുമെന്നാണ്. ഒന്ന് ട്രൈ പിന്നെ ചെയ്യാം. തീർച്ചയായിട്ടും ഞാനിരുന്നു. വേണ്ട, എന്റെ മോട്ടു. എന്താ ഇത്? ഇപ്പൊ ശരിയായി. മോട്ടു ഇറങ്ങ്. നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത്? രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. മോട്ടു പത്ലു, വണ്ടി നിർത്ത്. സ്റ്റോപ്പ്, സ്റ്റോപ്പ് ദ നെയിം ഓഫ് ലോ. സ്റ്റോപ്പ്, വണ്ടി നിർത്താൻ. നിർത്താനല്ല പറഞ്ഞു. അടിക്കോ മോട്ടോ പത്രൂടെ, അടിക്കോ അടിക്കോ. നിക്കടാ. ഓട്ടുപത്തിലു, ഈ റോബോ വളരെ നല്ലതാണ്.
നല്ലതാണല്ലേ, ഇപ്പൊ കാണിച്ചുതരാം. ഏയ്! ആ, മോട്ടു പത്ലു, ഇവനോട് നിർത്താൻ പറ. ആയ്! എനിക്കിനി നടക്കാൻ പറ്റില്ല. അയ്യോ! ആ, ആ, ബോക്സർ രക്ഷപ്പെട്ടു, പക്ഷെ ആ ബോട്ടുവിനെയും പത്തിനുവിനെയും രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. വലിയേട്ടാ, നിങ്ങൾ എവിടുന്ന ഈ ഗാഡ്ജറ്റുകളൊക്കെ കണ്ടുപിടിച്ചത്? ആദ്യം ആ മോപ്പിംഗ് ഗാഡ്ജറ്റ്, ഇപ്പൊ ദേ ഈ ബോക്സിംഗ് ഗാഡ്ജറ്റ്. നിങ്ങളുടെ ഗാഡ്ജറ്റിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഹേ മോട്ടു, നിനക്ക് നിന്റെ സുഹൃത്തിന്റെ ശക്തിയിൽ വിശ്വാസമില്ല അല്ലേ? സാരമില്ല, എന്താണെങ്കിലും നമുക്കത് പരിഹരിച്ചു കളയാം. വരൂ, നമുക്ക് എല്ലാവർക്കും അകത്ത് കയറി ചായ കുടിച്ചിട്ട് തന്നെ കാര്യം. താങ്ക് യു ബോക്സർ ചേട്ടാ, നിങ്ങൾക്ക് എല്ലാ കാര്യവും മനസ്സിലായി. ആ, വായോ 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 വായോ. ചായയും പലഹാരം എങ്ങനെയാണെങ്കിൽ ലഞ്ചും ഡിന്നറും ഇതിനേക്കാളും സ്ട്രോങ് ആവും. ഇതാ നിങ്ങൾക്കുള്ളത്. ഏയ്, ഇതാ നിങ്ങളുടെ സാധനം. ഇതും കൊണ്ടുപോയിക്കോ. എന്നിട്ട് എന്റെ പൈസ ഇങ്ങോട്ട് തിരിച്ചു തന്നേക്കണം. എന്തൊരു ഭാരാണ്. ഓടിക്കോ. എന്റെ അമ്മോ, ദിസ് വാഷിംഗ് മെഷീൻ ഇസ് അമേസിംഗ്. അത് തന്നെ സ്വയം എടുക്കുന്നു, അലക്കുന്നു, നമ്മുടെ പണി എളുപ്പമാക്കുന്നു. വാവ്, ഐ ലൈക്ക് ഇറ്റ്. യാ. എന്റെ അമ്മോ, വേണ്ട, എന്നല്ല, തുണിയാണ് അലക്കേണ്ടത്. അല്ലെങ്കിൽ ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ രാജ്യമാണ് സത്യം. ഞാൻ നിന്നെ പിടിച്ച് ജയിലിനകത്തിടും, പറഞ്ഞേക്കാം. ഏയ്, പ്ലീസ് സ്റ്റോപ്പ്. ഏയ്, ഇല്ല 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 ഇല്ല, എന്നെ അലക്കരുത്. നിർത്താനല്ലേ പറഞ്ഞത്? രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ, പ്ലീസ്, വേഗം. വലിയേട്ടാ, അത് നിങ്ങൾ ഉണ്ടാക്കിയ വാഷിംഗ് മെഷീൻ ആണെന്നാ എനിക്ക് തോന്നുന്നത്. പൊളിച്ചെടുത്തല്ലോ, അതിനെ പിടിക്കൂ, അല്ലെങ്കിൽ മൊത്തം ഇവിടെ അലമ്പാക്കും. ജിങ്കിടിക്ക, ജിങ്കിടിക്ക, ജിങ്കിടിക്ക. എന്റെ അമ്മോ. Hey, stop! Hey! അല്ല ചിങ്ങം സാറേ, വൈറ്റ് കളറിലെ ട്രാഫിക് പോലീസിനെ പോലെയുണ്ട്. നിങ്ങൾക്ക് ഇനി ട്രാൻസ്ഫർ വല്ലതും ആയോ? സാറേ, ട്രാൻസ്ഫർ ഇപ്പൊ ഞാൻ നിങ്ങളെയാണ് ചെയ്യാൻ പോകുന്നത്. അതും ഇവിടുന്ന് നേരെ ജയിലിലോട്ട്. മര്യാദയ്ക്ക് 4 പേരും വരിക്ക് നിന്നോളണം. Come on, quick! എന്തോ ഒരു പന്തികേട് സംഭവിച്ചിട്ടുണ്ട്. ആരോ എന്റെ ഗാഡ്ജറ്റ് വെച്ച് എന്തോ ഒരു കളി കളിച്ചിട്ടുണ്ട് ചങ്കേ. ജോൺ നമ്മളെ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഇതിനൊക്കെ കാരണം അവൻ തന്നെയാണെന്നാ തോന്നുന്നേ. പത്ലു, ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ നീ പെട്ടെന്ന് എന്തെങ്കിലും ആലോചിക്കൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്നുള്ള കാര്യം നിനക്ക് നല്ലോണം അറിയാമല്ലോ പത്ലു. ഐഡിയ. 80% ഡിസ്കൗണ്ട്. 8.0. 80%. മോട്ടു, നീ ഇതെന്തിനുള്ള പുറപ്പാടാ? എന്താ മോട്ടു, എന്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ട്? ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചാലോ എന്ന് ആലോചിക്കുക. വളരെ ദയാലുവാണ്. നിങ്ങളുടെ ബിസിനസ് ശരിക്കും നടക്കില്ലെന്നാ തോന്നുന്നേ. അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ബോസ് ആഗ്രഹിക്കുന്നു. താങ്ക് യു ജോൺ. ഇന്നാണ് നിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന ആ നല്ല മനസ്സിന്റെ ഉടമ പുറത്തേക്ക് വന്നത്. വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. കൊണ്ടുപോയിക്കൊള്ളൂ, എല്ലാം കൊണ്ടുപോയിക്കൊള്ളൂ. കാശെടുക്ക. ഇതാ മോട്ടു. ചെന്ന് സാധനങ്ങളെല്ലാം എടുത്ത് സഞ്ചിക്കാത്തിട. വണ്ടി എടുക്ക. ഈ റിമോട്ട് കൊണ്ട് ഞാൻ സാധനങ്ങളെല്ലാം തകിടം മറിക്ക്. പരിപാടി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ.
കവിതയുടെ കാര്യമൊക്കെ ഇവിടെ എന്നിട്ട് ജോലിയിൽ ശ്രദ്ധിക്കാൻ നോക്ക്. എന്താ ഇതാ എന്തിനാ ഇടിക്കുന്നതാ? ഞാൻ കുടിച്ച കുടി ഞാൻ തന്നെ വീടോ? റിമോട്ട് എവിടെ? നിങ്ങളുടെ റിമോട്ട് ഇവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ബോസ് രക്ഷിക്കൂ, ബോസ് രക്ഷിക്കൂ. ഇതെന്തിനാ എന്റെ അടുത്തേക്ക് വരുന്നത്? നിനക്കറിയില്ല ഞാൻ ആരാണെന്ന്? അല്ലെങ്കിൽ ഇത് എന്ത് വണ്ടാരമായിരിക്കും? വേണ്ട, എന്നെ അനക്കരുത്. വേണ്ട, എന്നെ പുറത്തിറക്ക്. രക്ഷിക്ക്, ഞാൻ പൊങ്ങിപ്പോവേ. ഇതൊന്ന് നിർത്ത്. ഇത് കൂടുതൽ എന്ത് വൃത്തിയാക്കാനാ ചിങ്കം സാറ്? എന്നെ രക്ഷിക്കണേ. എന്റെ അമ്മോ, ഇതുവരെ ജോൺ നിന്നെ മെഷീൻ മാത്രമായിട്ട് അലക്കിയിട്ടുള്ളൂ. ഇനി ഞങ്ങളുടെ വക ഒരു അലക്കം നടത്താനുണ്ട്. ഞങ്ങളിതാ വരുന്നു. ഞാനൊരു ചാൻസ് തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നേരെ ജയിലിലേക്ക് പോവാ. അവിടെ വെച്ച് കാണാം. Watch India's largest kids library only on Jio Hotstar. Download the app now.